ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വിഷ്ണുവിനരികിലെത്തി പല ചോദ്യങ്ങൾ ചോദിച്ച് വിഷ്ണുവിനെ വീർപ്പ് മുട്ടിക്കുന്ന കാഴ്ച കണ്ടതോടെ സത്യഭാമ അതൊട്ടും ഉൾക്കൊള്ളാനാകാതെ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി. വിഷ്ണുവിന്റെ കാൽച്ചുവട്ടിൽ കിടന്നുകൊണ്ട് "വിഷ്ണുവേട്ട, എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി" എന്ന് ചോദിച്ച ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ വിഷ്ണു വല്ലാതെ വീർപ്പുമുട്ടുന്നു. അവസാനം തന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ശാലിനിയെ കണ്ട വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ പിടയുന്നു. വിഷ്ണു ഉടനെ തന്നെ ശാലിനിയെ തൊടാനായി, ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി തന്റെ കൈകൾ ഉയർത്തി ശാലിനിയെ പിടിക്കാനായിട്ട് അരികിലേക്ക് ചെല്ലുമ്പോ വിഷ്ണുവിന്റെ അടുത്തേക്ക് സത്യഭാമ ഓടിയെത്തുന്നു. "ശാലിനി, നീ എന്റെ മകന്റെ ജീവിതത്തിൽ കടന്ന് ഇത്രയും നാളും ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ ക്ഷമിക്കാം. എന്നാൽ ഇനി അവൻ നല്ലൊരു ജീവിതം അവൻ തന്നെ സ്വയം കണ്ടെത്തി ആ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ഈ നിമിഷത്തിൽ വീണ്ടും അവന്റെ ജീവിതം തകർക്കാനായി നീ വന്നാൽ, നീ എത്ര വലിയ കളക്ടർ ആണെങ്കിലും ശരി, ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല" എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ ശാലിനിയുടെ അരികിലേക്ക് എത്തി ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ശാലിനി ആകെ സങ്കടത്തോടെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോ ശാലിനിയുടെ ആ വിഷമം കണ്ടു നിന്ന വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ദയനീയമായി വിഷ്ണു കാർത്തികയെ നോക്കുമ്പോ ഒരു കാരണവശാലും സത്യങ്ങൾ ഉടനെ പുറത്തു പറയരുതെന്നും ഇപ്പോ സത്യങ്ങളൊന്നും ശാലിനിയുടെ മുന്നിൽ തുറന്നു പറയരുത് എന്ന കാർത്തിക ഒരു നോട്ടം കൊണ്ട് വിഷ്ണുവിനെ മനസ്സിലാക്കിക്കുന്നു. വിഷ്ണു ആകെ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനെ പോലെ നിൽക്കുന്ന നേരത്ത് സത്യഭാമ ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശാരദാമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. "ശാരദാമ്മേ, നിങ്ങളുടെ ഈ മകളെ നിങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മകന്റെ ജീവിതം വീണ്ടും തകർക്കാനാണോ നിങ്ങൾ നോക്കുന്നത്" എന്ന് സത്യഭാമ ശാരദാമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ ശാരദാമ്മ ശാലിനിയെ ചേർത്ത് പിടിച്ച് "സത്യാമ്മേ, എന്റെ മോളുടെ ജീവിതം അത് തകർത്ത് കളയരുത് എന്ന് ഞാൻ സത്യാമ്മയോട് ആവശ്യപ്പെട്ടതല്ലേ? ഞാൻ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്റെ മോളുടെ ജീവിതം വന്നെത്തിയല്ലോ" എന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുമ്പോൾ സത്യഭാമ ശാരദാമ്മയോട് പറഞ്ഞു, "ശാരദാമ്മേ, കഴിഞ്ഞ ദിവസവും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ മകന്റെ ജീവിതത്തിലേക്ക് അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ ഇവളെ തിരികെ വിളിക്കാനായി, ഞാൻ ചെയ്തത് തെറ്റുകളാണെന്ന ചിന്താഗതിയിൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഇവളെ തിരികെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന എന്റെ ഒരു തെറ്റിദ്ധാരണയിൽ ഞാൻ ഇവളോട് മാപ്പ് പറഞ്ഞ് എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഇവളെ തിരികെ വിളിക്കാനായി ഞാൻ വന്നതാണ്. അന്ന് കളക്ടറേറ്റിലേക്ക് എത്തിയ ആ ദിവസം ഞാൻ അവിടെ കണ്ട കാഴ്ച എന്താന്ന് ശാരദാമ്മയ്ക്ക് അറിയാമോ? എന്റെ മകന്റെ കൂടെ 6 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ കൂടെ ഈ വീട്ടിൽ കഴിഞ്ഞവളായിരുന്നു അവന്റെ ഭാര്യയായിരുന്ന നിങ്ങളുടെ മകൾ ശാലിനി. എന്നാൽ അവന്റെ കൂടെ കിടന്നുറങ്ങിയ അവനോടൊപ്പം ജീവിച്ച ഇവൾ ഒരു സുപ്രഭാതത്തിൽ അവനോട് പോലും ഒരു വാക്ക് പറയാതെ ഈ നാട്ടിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറി. ഈ നാട്ടിൽ തന്നെ അവളെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും തന്നെ അറിയാതെയായി. അവളുടെ കുടുംബക്കാരോ ഈ വീട്ടിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി. എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് ആരുടെയും പക്കൽ വ്യക്തമായ മറുപടി ഇല്ലാതായി. അവസാനം സത്യഭാമ എന്ന് പറയുന്ന എന്റെ മേൽ ഇവളെയും ഇവളുടെ കുടുംബത്തെയും കാണാതായതിന്റെ പേരിൽ പലപ്പോഴും പഴി ചാരേണ്ടി വരികയും പലപ്പോഴും പഴി കേൾക്കേണ്ടി വരികയും ചെയ്തത് എനിക്കായിരുന്നു. എന്നിട്ടും അതെല്ലാം ഞാൻ സഹിച്ചും ശ്രമിച്ചും എല്ലാം പുറത്തുകൊണ്ടാണ് അവസാനം ശാലിനിയോടുള്ള എന്റെ മകന്റെ അടങ്ങാത്ത സ്നേഹം കണ്ടിട്ട് ഇവളെ തിരികെ വിളിക്കാൻ അയച്ചത്. എന്നാൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇവൾ മടങ്ങി വന്നപ്പോൾ ഇവളുടെ ഒക്കത്ത് ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുറിച്ച് ഇവളോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഇവക്ക് വ്യക്തമായ മറുപടി തരാൻ കഴിയുന്നില്ല. ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്നും എവിടെ വെച്ച് ഇവൾ ആ കുഞ്ഞിന് ജന്മം നൽകി എന്ന ചോദ്യത്തിന് ഇവൾക്ക് മറുപടി ഇല്ലാതായി. അന്ന് കളക്ടറേറ്റിൽ ചെന്ന ദിവസം ഞാൻ അതെല്ലാം നേരിൽ കണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതും അന്ന് വിഷ്ണുവിനെയും കൂട്ടി ആ കളക്ടറേറ്റിൽ തന്നെ തിരികെ എത്തി ഇവളുടെ ഓഫീസിൽ വെച്ച് ഇവളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ എന്റെ മകന് കാട്ടിക്കൊടുത്തതാണ്. അന്ന് കണ്ടു ഇവൾ ഇപ്പോൾ പുതിയതായി ഇവളുടെ ജീവിതത്തിലേക്ക് ഇവൾ കൂട്ടിയിരിക്കുന്ന ആ പുതിയ കൂട്ടുകാരനെ ഞങ്ങൾ കണ്ടു. ദേവൻ എന്ന് പറയുന്ന ഇവളുടെ മകളുടെ പേരന്റ്സ് മീറ്റിംഗിൽ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് സത്യമോൾക്ക് വേണ്ടി അന്ന് ആ സ്കൂളിലെത്തിയ ദേവൻ, അവനെ ഞങ്ങൾ അന്ന് അവിടെ വെച്ച് കണ്ടതായിരുന്നു, ദേവൻ എന്ന് പറയുന്ന ഇവളുടെ പുതിയ ഭർത്താവിനെ. എന്നിട്ടും ഇവൾ വീണ്ടും എന്റെ മകന്റെ ജീവിതം തകർക്കാനായി എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇത്രയും വൃത്തികെട്ട പ്രവൃത്തികൾ ഇവൾ ചെയ്തു കൂട്ടിയിട്ടും അവസാനം എന്റെ മകന്റെ ജീവിതത്തെ തല്ലി തകർക്കാൻ വീണ്ടും വന്നു കയറിയത് എന്തിനാണ് എന്ന് ചോദിച്ച് സത്യഭാമ ശാരദാമ്മയുടെ നേരെ ശബ്ദമുയർത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതോടെ
ശാരദാമ്മ ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി. എടി മോളെ, ഇനിയെങ്കിലും നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് തുറന്നു പറഞ്ഞൂടെ? ഇനിയെങ്കിലും സത്യങ്ങൾ നിനക്ക് തുറന്നു പറഞ്ഞൂടെ എന്ന ശാരദാമ്മയുടെ ചോദ്യം കേട്ട് അവസാനം ശാലിനി വേദനയോടെ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു. എല്ലാത്തിനും മറുപടി താൻ നൽകാമെന്ന് ശാരദാമ്മയോട് ശാലിനി സമ്മതിക്കുന്നു. ഞാൻ പറയാം അമ്മേ, എല്ലാം ഞാൻ പറയാം എന്ന് ശാലിനി വാക്ക് നൽകിക്കൊണ്ട് സത്യഭാമയുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശാലിനി തയ്യാറായി. ആകെ വിഷമിച്ച് നിൽക്കുന്ന സത്യഭാമയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന തന്റെ കുഞ്ഞേച്ചിയെ നോക്കി ഭയത്തോടെ ശ്യാമ നിന്നു. എല്ലാ സത്യങ്ങളും കുഞ്ഞേച്ചി ഈ നിമിഷം തുറന്നു പറയുമോ എന്നതായിരുന്നു ശ്യാമയുടെ മനസ്സിലെ ആശങ്ക. എനിക്ക് എന്നേക്കുമായി എന്റെ രോഹിത്തിനെയും പപ്പിമോളെയും നഷ്ടമാകുമോ എന്ന ഭയത്തോടെ വിഷമത്തോടെ ശാലിനി എല്ലാം തുറന്നു പറയുമോ എന്ന ആശങ്കയിൽ ശ്യാമ ഞെട്ടിത്തെറിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാലിനി മറ്റെല്ലാം മറന്നുകൊണ്ട് സത്യഭാമയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറായി. ശാലിനി ഉടനെ തന്നെ സത്യഭാമയെ നോക്കിയിട്ട് ചോദിച്ചു, സത്യാമ്മയ്ക്ക് അറിയേണ്ടത് എന്റെ മകൾ ആരാണെന്നല്ലേ? എന്റെ മകൾ സത്യ, അവൾ ആരുടെ കുഞ്ഞാണെന്നല്ലേ സത്യാമ്മയ്ക്ക് അറിയേണ്ടിയിരുന്നത്? ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന്, എവിടെ വെച്ച് ജന്മം നൽകിയെന്ന് അല്ലെ? എന്നാൽ സത്യാമ്മയുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാത്തിനുമുള്ള മറുപടി എന്റെ പക്കലുണ്ട്. പക്ഷെ ഇപ്പോ ഒരു കാര്യം ഞാൻ സത്യാമ്മയോട് പറയാം. എന്റെ മോൾ സത്യ, അവൾ സത്യാമ്മയുടെ ചോരയാണ്, സത്യാമ്മയുടെ പേരക്കുട്ടിയാണ്, സത്യാമ്മയുടെ സ്വന്തം ചോര. ആ വാക്ക് കേട്ടതും ഞെട്ടലോടെ വിഷ്ണുവും രാഘവൻ നായരും നിൽക്കുമ്പോ ശ്യാമ തന്റെ ജീവിതം തന്റെ കുഞ്ഞേച്ചിയായിട്ട് തല്ലി തകർക്കാൻ പോവുകയാണോ എന്ന ആശങ്കയിൽ ശ്യാമ ഭയത്തോടെ നോക്കി നിൽക്കുമ്പോ ആ സത്യങ്ങൾ വെളിപ്പെടുത്തിയ ആ ഞെട്ടലിൽ ആഹ്ലാദത്തിൽ ആകെ വിഷമത്തോടെ നിൽക്കുന്ന ശ്യാമയുടെ ആ മറുപടി കേട്ട് ശ്യാമയുടെ മനസ്സിലെ ആശങ്ക തിരിച്ചറിയാതെ എന്നാൽ ശാലിനിയുടെ മറുപടി കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു. തന്റെ കുഞ്ഞാണ് സത്യ എന്നുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞ എന്റെ ഞെട്ടലിൽ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യഭാമ ചോദിച്ചു, അത് ശരി, കൊള്ളാം. ഇപ്പോ എന്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നീ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ? എന്റെ മകന്റെ ജീവിതം തല്ലി തകർക്കാനായിട്ട്. അവന്റെ കുഞ്ഞാണ് സത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ വീണ്ടും നിന്റെ പിന്നാലെ എത്തുമല്ലോ എന്നതല്ലേ നിന്റെ ലക്ഷ്യം. എന്നാൽ നീ അങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിന് നീ എവിടെ വെച്ച് എന്ന് ജന്മം നൽകിയെന്ന് കൂടി പറയണം. ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ പടിയിറക്കി വിട്ടപ്പോ അന്ന് നീ ഗർഭിണിയായിരുന്നില്ല എന്നുള്ള സത്യം നിനക്കും എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എന്റെ മകൻ ഒരിക്കൽ പോലും നിന്റെ അരികിൽ വന്നിട്ടില്ല എന്നും എനിക്ക് ഉറപ്പാണ്. ആ നിമിഷം അങ്ങനെയുള്ളപ്പോൾ പിന്നെ നീ എങ്ങനെ എന്റെ മകന്റെ കുഞ്ഞിന് നീ ജന്മം നൽകി? അതാണ് എനിക്കറിയേണ്ടത്. അതും അല്ലെങ്കിൽ എവിടെ വെച്ച് നീ ആ കുഞ്ഞിന് ജന്മം നൽകി, എന്ന് ജന്മം നൽകി? അതിനുള്ള മറുപടി നീ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് സത്യഭാമ ശാലിനിയെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. എല്ലാം കേട്ട ശേഷം ശാലിനി ആകെ ആശങ്കയോടെ സത്യം തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ അപ്പുറത്ത് നിന്ന് ഭയത്തോടെ കണ്ണുമിഴിച്ച് നോക്കുകയാണ് ശ്യാമ. സത്യാമ്മ എന്ന് പറഞ്ഞ് ശാലിനി ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴാണ് ശ്യാമയുടെ ആ നോട്ടം തനിക്ക് നേരെ വന്നുവെന്ന് ആ നിമിഷം ശാലിനി തിരിച്ചറിഞ്ഞത്. രൂക്ഷമായ ശ്യാമയുടെ നോട്ടത്തിൽ നിന്ന് ആ ഒരു നിമിഷത്തെ ഒറ്റ നോട്ടത്തിൽ ശാലിനി പലതും തിരിച്ചറിഞ്ഞു. എന്നേക്കുമായി എന്റെ ജീവിതം തകർത്ത് കളയാനാണോ കുഞ്ഞേച്ചിയുടെ ഇവിടേക്കുള്ള ഈ വരവ് എന്ന ഒരു ചോദ്യം ശ്യാമ ആ ഒരു നോട്ടത്തിലൂടെ ശാലിനിക്ക് നേരെ എറിയുന്നു. ശാലിനി ആ നോട്ടത്തിൽ പകച്ചു നിൽക്കുകയും ഒന്നും പറയാനാകാതെ ഒരു വാക്കുപോലും ഉച്ചരിക്കാനാകാതെ ആകെ ഞെട്ടലോടെ ശാലിനി അങ്ങ് നിൽക്കുമ്പോ ശാരദാമ്മ അരികിലേക്ക് എത്തി. ഇടി മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? സത്യാമ്മയുടെ ചോദ്യത്തിന് എന്താ നീ മറുപടി നൽകാത്തത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോ ശാലിനി ആകെ ഭയന്ന് ശ്യാമയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് ശാരദാമ്മ അപ്പുറത്ത് നിൽക്കുന്ന തന്റെ ഇളയ മകൾ ശ്യാമയെ കുറിച്ചും ശാരദാമ്മ ചിന്തിച്ചത്. ഇത്രയും വർഷക്കാലം എന്റെ മകളുടെ ജീവിതം സ്വന്തം കൂടപ്പിറപ്പിന് വേണ്ടി അവൾ ഹോമിച്ചു. ഇനിയും എന്നേക്കുമായി അവളുടെ ജീവിതം നഷ്ടമാകാൻ പോകുമ്പോഴും അനുജത്തിക്ക് വേണ്ടി സത്യങ്ങൾ മറച്ചു വെക്കാൻ ഇത്രയേറെ സ്വാർത്ഥയായി ചിന്തിക്കാൻ തന്റെ മകൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ശാരദാമ്മ മനസ്സിൽ സംശയത്തോടെ നോക്കുന്നു. ശ്യാമ ഒന്നും മിണ്ടാനാകാതെ ഭയത്തോടെ അമ്മയെയും കുഞ്ഞേച്ചിയെയും മാറി മാറി നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു, ഇനി കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല. നീ സത്യ എന്റെ മകന്റെ കുഞ്ഞാണെന്ന് പറയുമ്പോ അതങ്ങ് വിശ്വസിക്കാൻ, വെള്ളം വിഴുങ്ങുന്നത് പോലെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാൻ, ഞങ്ങൾക്ക് വെള്ളം തൊടാതെ വിഴുങ്ങി വിടാനൊന്നും ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല എന്ന് സത്യഭാമ ശാലിനിയോട് പറയുന്നു. ഇനി എന്തായാലും ആ കുഞ്ഞിന്റെ പേരിൽ ഇനി മേലാൽ ഇങ്ങനെ ഒരു സംസാരവുമായി എന്റെ വീട്ടുപടിക്കൽ വന്നാൽ ഇങ്ങനെയാവില്ല ഞാൻ നിനക്ക് നൽകുന്ന മറുപടി എന്ന് സത്യഭാമ ശാലിനിയെ താക്കീത് ചെയ്യുന്നു.
ശാരദാമ്മേ, നിങ്ങളുടെ മകൾ വീണ്ടും എന്റെ മുന്നിൽ നാടകവുമായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ എന്നേക്കുമായി എന്റെ മകനെ ചതിക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന് സത്യഭാമ ശാരദാമ്മയെ നോക്കി വെല്ലുവിളിക്കുന്നു. ഇനിയൊരിക്കലും എന്റെ മകന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് സ്ഥാനമില്ല എന്നും അവൾ ആ സത്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കണമെന്നും ഇനി മേലാൽ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നു പോകരുതെന്നും ശാലിനിയെ നോക്കി ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് സത്യഭാമ താക്കീത് പറയും വണ്ണം സംസാരിക്കുന്നത് കേട്ട് ഒരു മറുപടി പോലും ഇത്രയും നേരം ഇത്രമേൽ വാദപ്രതിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും വിഷ്ണുവിന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാത്തത് കണ്ട്, വിഷ്ണു ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്തത് കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ശാലിനി. ആ നിമിഷം വിഷ്ണു ഒരക്ഷരം പോലും മിണ്ടുന്നില്ലെന്ന് കണ്ട ശാലിനി തളർന്ന് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ ഈ ഒരു നിമിഷത്തെ അതികടക്കാനാവുന്നില്ല, തനിക്ക് അതിനെ മറികടക്കാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ശാലിനി ബോധം കെട്ട് നിലത്ത് വീഴുന്നു. ശാലിനി ബോധരഹിതയായി നിലത്തേക്ക് വീഴുന്ന കാഴ്ച കണ്ട വിഷ്ണു ശാലിനി എന്ന് വിളിച്ച് വേഗം ചെന്നെടുക്കാനായി വിഷ്ണു തയ്യാറാകുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ വിലക്കുന്നു. വിഷ്ണു! ആ ഒറ്റ വിളിയിൽ ഞെട്ടലോടെ വിഷ്ണു നോക്കുമ്പോൾ സത്യഭാമ രൂക്ഷമായി വിഷ്ണുവിന്റെ നേരെ നോക്കി. അപ്പോഴാണ് താൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന തെറ്റിദ്ധാരണ അമ്മയുടെ മേൽ ഉണ്ടാക്കിയിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം വിഷ്ണു തിരിച്ചറിഞ്ഞു. ശാലിനിയോടുള്ള തന്റെ സ്നേഹം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇനിയും താൻ പ്രകടിപ്പിച്ചാൽ താൻ പോലും അറിയാതെ അത് പ്രകടമാകാൻ പോകുന്ന ആ സാഹചര്യത്തിൽ അമ്മയുടെ ആ ഒറ്റ വിളിയിൽ നിന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു താൻ ഇപ്പോൾ നടത്തുന്നത് വലിയൊരു നാടകമാണെന്നും ആ നാടകത്തിന്റെ ക്ലൈമാക്സ് ആകാനുള്ള സമയമായിട്ടല്ല എന്നും ഓർത്തുകൊണ്ട് വിഷ്ണു ഒന്നും ചെയ്യാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ ഓടിയെത്തി ശാലിനിയെ വിളിച്ചുണർത്തി. മോളെ ശാലിനി, ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ മുന്നിൽ വെച്ച് ശാലിനിയെ തട്ടി വിളിച്ച് ശാരദാമ്മ ഉണർത്തി. ശാരദയുടെ മുന്നിൽ കണ്ണു തുറന്ന ശാലിനി ഒരു വാക്കുപോലും തന്നോട് പറയാതെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന തന്റെ വിഷ്ണുവേട്ടന്റെ ആ ഒരു അവസ്ഥയും വിഷ്ണുവിന്റെ നാവിൽ നിന്നൊരു വാക്ക് പോലും പുറത്തേക്ക് വരാത്തതിന്റെ വേദനയും കടിച്ചമർത്തി ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്കിറങ്ങാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നോട് ഒരു വാക്ക് പോലും പറയാൻ എന്റെ വിഷ്ണുവേട്ടന് കഴിയുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വിഷ്ണുവേട്ടന് ഒരു മറുപടിയുമില്ല. ഇത്രയും വർഷക്കാലം വിഷ്ണുവേട്ടനെ ഞാൻ കബളിപ്പിച്ചതിന്, വിഷ്ണുവേട്ടനെ ഞാൻ മാറ്റി നിർത്തിയതിന്, അകറ്റി നിർത്തിയതിന്, വിഷ്ണുവേട്ടന്റെ മുന്നിൽ എത്തിയിട്ട് പോലും ഞാൻ ഒളിച്ചു കളിച്ചതിനൊക്കെ വിഷ്ണുവേട്ടൻ എന്നോട് പകരം വീട്ടി. എങ്കിലും എന്റെ വിഷ്ണുവേട്ടൻ എനിക്ക് എന്നേക്കുമായി നഷ്ടമായി എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ ശാലിനിയെ സമാധാനിച്ചു. എടി മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ സമാധാനപ്പെടുത്തി നേരെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ശാലിനി പിന്തിരിഞ്ഞൊന്ന് വിഷ്ണുവിനെ നോക്കി സങ്കടത്തോടെ ആ കാറിലേക്ക് കയറുമ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് തന്റെ ഹൃദയത്തിൽ നിന്ന് മുറിവുകൾ ഉണ്ടായി അതിൽ നിന്ന് രക്തം വാർന്നു വീഴുന്നത് തന്റെ ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ ആ രക്തം കിനിഞ്ഞു വരുന്നതിന്റെ വേദന കടിച്ചമർത്തിക്കൊണ്ട് വിഷ്ണു തന്റെ റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം വിഷ്ണുവിന്റെ മനസ്സ് തകർന്നു പോയി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ കാർത്തികയും ഒന്നും മിണ്ടാതെ വേഗം ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനായി കാർത്തികയും പിന്നാലെ റൂമിലേക്ക് പോകുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ രാഘവൻ നായർ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, എല്ലാം നഷ്ടമായി. എന്റെ ശാലിനി പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ സത്യമോള് പപ്പിമോളുടെ കൂട്ടുകാരി എന്റെ പേരക്കുട്ടിയാണ്. അപ്പോ അവർ രണ്ടുപേരും, പപ്പിയും സത്യയും എന്റെ പേരക്കുട്ടികളാണ് എന്ന് പറഞ്ഞ് രാഘവൻ നായർ സന്തോഷപൂർവ്വം നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെക്കുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായരെ നോക്കി. പിന്നെ ആരെങ്കിലും എന്തേലും വിളിച്ചു പറഞ്ഞാൽ അതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ മതിയല്ലോ. അവളിപ്പോൾ പറയുന്നത് എവിടുന്നോ അവൾക്കുണ്ടായ കുഞ്ഞ് എന്റെ മകന്റെ കുഞ്ഞാണെന്ന്. അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടാകും. എന്നാൽ അവൾ പറയുന്നത് എന്തും കണ്ണു അടച്ച് വിശ്വസിക്കാൻ ഈ സത്യഭാമയെ കിട്ടില്ല എന്ന് പറഞ്ഞ് സത്യഭാമ കലിയോടെ വീടിനകത്തേക്ക് കയറിപ്പോയി. ആകെ തകർന്ന മനസ്സുമായി തിരിച്ച് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ശാലിനി ശാരദാമ്മയെ വേദനയോടെ നോക്കി. ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, നീ ഇപ്പോഴെങ്കിലും സത്യങ്ങൾ സത്യാമ്മയോട് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ, ഇനിയും ഞാൻ അക്കാര്യം കൂടി തുറന്നു പറഞ്ഞ് എന്റെയോ ജീവിതം തകർന്നോ? ഇനി എന്റെ കൂടെപ്പിറപ്പിന്റെ ജീവിതം കൂടി എന്നേക്കുമായി ഇല്ലാതാക്കണോ അമ്മേ? അതുകൊണ്ട് തന്നെ എനിക്കോ ജീവിതം നഷ്ടപ്പെട്ടു. എന്റെ ശ്യാമയ്ക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ.
അവളെങ്കിലും പപ്പിമോളുടെയും രോഹിത്തിന്റെയും കൂടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നിന്റെ ഈ നന്മയുള്ള മനസ്സ് തിരിച്ചറിയാൻ ആരുമില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ മകളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ടു. അപ്പോഴാണ് ശാലിനിയുടെ നേരെ ഇങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടായത് സ്ഥിതിക്ക് എല്ലാ രീതിയിലും ശാലിനിയെ തോറ്റു എന്നും അവൾ തകർന്നുവെന്നും തിരിച്ചറിഞ്ഞ മധുശ്രീ ശാലിനിയെ വെല്ലുവിളിക്കാൻ കൂടി തന്നെ പലതവണ വെല്ലുവിളിക്കുകയും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതയാക്കുകയും ചെയ്ത ശാലിനിക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന ചിന്താഗതിയിൽ ശാലിനിയുടെ നേരെ മുന്നിലെത്തി ശാലിനിയെ വെല്ലുവിളിക്കുകയും അവളെ മുഖത്ത് നോക്കി അവളെ കളിയാക്കാമെന്നും കൂടി ആലോചിച്ചുകൊണ്ട് മധുശ്രീ വേഗം ശാലിനിയുടെ കാറിനെ ഫോളോ ചെയ്ത് ശാലിനിയുടെ കാറിൽ ഓവർടേക്ക് ചെയ്ത് അവളോട് 2 വാക്ക് പറയണമെന്ന ചിന്തയിൽ അങ്ങനെ വേഗം കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി തന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെത്തി. അയാളെ കണ്ടതും മധുശ്രീ കലിയോടെ വണ്ടി ചവിട്ടി നിർത്തി. അതിനുശേഷം ദേഷ്യത്തോടെ കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ മധുശ്രീ ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് എത്തി ദേഷ്യത്തോടെ ചോദിച്ചു, താനിത് എങ്ങോട്ടാണോ പോകുന്നത്? ഇന്ന് തിരികെ വീട്ടിൽ ചെല്ലുന്ന ഉറപ്പ് പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? തന്റെ മുഖത്ത് കണ്ണൊന്നുമില്ലേ? ഈ വഴിയിലൂടെ വാഹനങ്ങൾ വരുന്ന താൻ കാണുന്നില്ലേടോ? എന്താടോ തന്റെ വിചാരം? ആത്മഹത്യക്കായി തയ്യാറെടുത്ത് ഇറങ്ങിയതാണോടോ എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ മധുശ്രീയുടെ സംസാരം കേട്ട് ആ ചെറുപ്പക്കാരൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ സോറി മേഡം, അങ്ങനെയല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മേഡം. ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. അയാളെ നോക്കി വരുന്നതിനിടയിൽ ഇതുവഴി പോകുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഞാൻ ശ്രദ്ധയോടെ നോക്കുന്നത് അയാളെങ്ങാനുമാണോ എന്നറിയാനായിരുന്നു. അങ്ങനെ ഞാൻ വന്നതിനിടയിൽ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാണ് മേഡം, എന്നോട് ക്ഷമിക്കണം എന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ഉടനെ മധുശ്രീ ചോദിച്ചു, അത് ശരി, തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളെ കാണാതായെന്ന് പറഞ്ഞാൽ ആളെങ്ങനെയാണ്? ഒന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം, എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ വേഗം തന്നെ മൊബൈലിലെടുത്ത് ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് മധുശ്രീയോട് ചോദിച്ചു, മേഡം, ഈ പെൺകുട്ടിയെ മേഡം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ചോദ്യം ചോദിച്ച് പെട്ടെന്ന് തനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കാനായി മധുശ്രീ ഒരുങ്ങുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ തനിക്ക് നേരെ നീട്ടിയ ആ മൊബൈലിലെ ആ ഫോട്ടോ കൃത്യമായും തനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ താൻ ഈ അടുത്തിടെ എവിടെയോ വെച്ച് കണ്ടു മറന്ന ഒരു മുഖമാണ് എന്ന് മധുശ്രീ തിരിച്ചറിഞ്ഞു. വേഗം തന്നെ മധുശ്രീ ആ മൊബൈൽ ഒന്ന് കാണിക്കാൻ പറയുന്നു. താനൊന്ന് ആ ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞ് വേഗം ആ മൊബൈൽ തന്റെ കയ്യിലേക്ക് വാങ്ങിച്ച് അതൊന്ന് ശരിക്കൊന്ന് അതിലെ ഫോട്ടോ രൂക്ഷമായിട്ട് നോക്കി. അപ്പോഴാണ് ആ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരല്പം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് താൻ പരിചയപ്പെട്ട അനാഥയാണെന്ന് സത്യഭാമയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച വിഷ്ണുവിന്റെ ഭാര്യയായി അവിടേക്ക് വന്നു കയറിയ കാർത്തിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മുഖമാണതെന്ന് ഞെട്ടലോടെ മധുശ്രീ തിരിച്ചറിയുന്നു.